ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരട്ടിയിലെ പാതയത്തിലേക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരട്ടിയിലെ പാതയത്തിൽ പൊതിച്ചോറുകൾ നൽകി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോർജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സ്മിത K നായർ അധ്യക്ഷയായി. KN വേണു, ഡോക്ടർ B പ്രശാന്ത്, ആരതി ജോളി എന്നിവർ സംസാരിച്ചു. സാൻജോ ഡേവിസ് സ്വാഗതവും ഗിഫ്റ്റി N ഷാ നന്ദിയും പറഞ്ഞു. ഫുഡിൻ്റെ പാക്കറ്റുകൾ വയ്ക്കാനും അതോടൊപ്പം തന്നെ പൊതിച്ചോറ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അതിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള കൃഷ്ണകുമാർ സാർ പറഞ്ഞു, നമുക്കിങ്ങനെ കുട്ടികൾ പൊതിച്ചോറ് മറ്റേ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ള ആ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് പൊതിച്ചോറ് കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് പറ്റിയ സ്ഥലം ഒന്നിൽ സർക്കാർ ആസ്പത്രി അല്ലെങ്കിൽ പാതയം. അപ്പോൾ സർക്കാർ ആസ്പത്രിയിൽ നിന്ന് പുറത്തൊരു സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായിട്ട് അവിടെ ഫുഡ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് പാതയം തിരഞ്ഞെടുത്തത്. വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ വിശക്കുന്നതിന് ഭക്ഷണം എത്തിക്കുക എന്നുള്ള ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊരട്ടി നിവാസികൾ ഒന്നടങ്കം ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ന് ഈ പാതയത്തിൽ മുടങ്ങാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി എനിക്ക് തോന്നുന്നു കേരളത്തിൽ അപൂർവമായിട്ടായിരിക്കും ഇതുപോലെ ഉള്ളത്. അപ്പോൾ അതിലൊരു സ്ഥലമാണ് കൊരട്ടി. ആ കൊരട്ടിയിൽ ഇതിലുള്ള വഴിയാത്രക്കാർക്ക് അതോടൊപ്പം തന്നെ നിരവധി വാഹനയാത്രക്കാർക്ക് വിശക്കുന്നവർക്ക് ആർക്കും ഭക്ഷണം കിട്ടാവുന്ന രീതിയിൽ ഇതിൽ പൊതിച്ചോറ് വയ്ക്കുകയും അതോടൊപ്പം തന്നെ അത് വിശക്കുന്നവർക്ക് നേരെ വന്ന് എടുത്ത് പോകാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായിട്ടുള്ള സംരംഭമാണ് ഈ പാതയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികൾ ഇവിടെ വന്നിട്ട് പൊതിച്ചോറ് വയ്ക്കുകയും ഇതിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് നിരവധി പ്രാവശ്യം ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് ലയൺസ് ക്ലബ്ബും അവരൊപ്പം പലവട്ടം വരാൻ കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ മുതൽ